ശിവായ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ക്ഷേത്രായനം, അതായത് നാം എങ്ങനെ ക്ഷേത്ര അന്തരീക്ഷം വിനിയോഗിക്കണം എന്നുള്ള സബ്ജക്റ്റാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ എപ്പിസോഡിൽ അതിൻ്റെ ഡീറ്റെയിലിംഗ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നാം എല്ലാവരും ഒരു തെറ്റായ ധാരണയിലാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. അതായത് നമ്മുടെ ദോഷങ്ങൾ അകറ്റാൻ, ഇതാണ് മെയിനായിട്ട് നാം ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. എൻ്റെ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടണം, ബിസിനസ് നല്ലോണം നടക്കണം, അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ച വേണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ അതുപോലെ നടക്കാൻ, അതായത് ഒരു ഉപഭോഗ വസ്തുവായി ഭഗവാനെ കാണുന്ന രീതിയിലാണ് നാം ഇന്ന് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത്. ഇപ്പം എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്ത്, അതുപോലെ പുഷ്പാഞ്ജലിക്ക് ചീട്ടെഴുതി സോപാനപ്പടിയിൽ ഒരു ദക്ഷിണയും വെച്ചിട്ട് നമ്മൾ പോവുകയാണ്. സമയമില്ല. പക്ഷേ നമ്മുടെ ജീവിതം നമുക്ക് വിലപ്പെട്ടതാണ്. ശരിയായ രീതിയിൽ ക്ഷേത്രത്തെ വിനിയോഗിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ അതൊന്നും നമ്മൾ മെനക്കെടാറില്ല. നമുക്കറിയാം, ഭഗവാൻ വിചാരിച്ചാൽ എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും വളരെ ലളിതമായിട്ട് ആക്കിത്തരുന്ന ഒരു ചൈതന്യമാണ് നാം ഈശ്വരൻ എന്ന് പറയുന്നത്. ഇമ്പോസിബിളിനെ പോസിബിൾ ആക്കി വരെ കൊടുത്ത ചരിത്രം നമുക്ക് ഉണ്ട്. അതാണ് സനാതന ധർമ്മത്തില് അവതാരമായിട്ട് നാം ആശ്രയിക്കുന്ന ഈശ്വരൻ, ഭഗവാൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു ചൈതന്യത്തിന്റെ മുമ്പിലാണ് നമുക്ക് സമയക്കുറവ്. ഇപ്പോ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് എന്നുള്ള നിലയിൽ ധാരാളം കസ്റ്റമേഴ്സിനെ കാണേണ്ടതായിട്ടുണ്ട്, എന്നാലേ ടാർഗറ്റ് അച്ചീവ് ചെയ്യുള്ളൂ. പക്ഷെ ഭഗവാന്റെ അടുത്ത് പുഷ്പാഞ്ജലി വെച്ച് ഒരു ദക്ഷിണയും വെച്ച് തൊഴുത് സാധുവായിട്ട് അങ്ങോട്ട് പോവുക. സമയമില്ല കസ്റ്റമറിനെ കാണും. പക്ഷെ ആ കസ്റ്റമറിനെ ക്ലോസ് ചെയ്യണമെങ്കിൽ, ആ ബിസിനസ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരും. ഭഗവാന് വേണ്ടി സമയം ഇല്ല എങ്കിൽ ഭഗവാൻ അതേപോലെ ആയിരിക്കും നമ്മുടെ ജീവിതം കൊണ്ടുപോവുക. എങ്ങനെ ഭഗവാനെ, അതേപോലെ ഭഗവാൻ നമുക്ക്. അതൊരു റിഫ്ലക്ഷനാണ്, മിററാണ്. അപ്പോ ഈശ്വരനെ പ്രയോറിറ്റി കൊടുത്ത് നാം ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ ജീവിതത്തിന്റെ സുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പോൾ ക്ഷേത്രായനത്തിന്റെ ഫസ്റ്റ് പടവ്, നമ്മൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ കൈകാലുകള്, ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ കൈകാലുകൾ കഴുകുക. അടുത്ത് ക്ഷേത്രത്തിന് അടുത്തുള്ളവരാണെങ്കിൽ ക്ഷേത്രക്കുളത്തിൽ കുളിച്ചതിന് ശേഷം ആണ് ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. ഇപ്പോ പുരുഷന്മാരാണെങ്കിൽ ക്ഷേത്രക്കുളത്തിൽ പതുക്കെ ഓരോ പടികള് താഴെ ആയിട്ട് വെള്ളം കഴുത്ത് മുക്കെ എത്തുമ്പോഴാണ് മുങ്ങേണ്ടത്. അതായത് നമ്മുടെ കാലുകളിലൂടെയാണ് ആ ഊർജം സഹസ്രാരത്തിൽ എത്തുന്നത്.
അങ്ങനെ ക്ഷേത്രക്കുളത്തില് 3 തവണ മുങ്ങി അതേപോലെ പുറകിലോട്ട് കയറി വന്ന് തുടച്ച് ശുദ്ധവസ്ത്രം ധരിച്ചാണ് നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. കാരണം കാലും കൈയും ഒന്നും കഴുകാതെ, ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ കുളിക്കാൻ സൗകര്യക്കുറവായിരിക്കും. സാധാരണ സ്ത്രീകളുടെ അവരുടെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കൈകാലുകൾ കഴുകിയിട്ട് വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ. കാരണം നമ്മുടെ കാലിൽ നിന്നുമാണ് പൂർണ്ണമായ ഊർജം ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ സഹസ്രാര പത്മത്തിൽ എത്തുന്നത്. അതായത് ഫ്രഷ് ഫീൽ ആയിരിക്കും നമ്മൾ കൈകാലുകൾ അല്ലെങ്കിൽ കുളിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ. ലളിതമായിട്ട് വേണം ക്ഷേത്രത്തില് മൂർത്തിയെ ദർശനം നടത്തുക. അതായത് 2-3 കിലോ സ്വർണവും, അതായത് ആ മൂർത്തിയെ ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അലങ്കാരത്തിലായിരിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും വരുന്നവരുടെ ഓർണമെന്റ്സ് ഒക്കെ. ക്ഷേത്രത്തില് നാം ദർശനം നടത്തുമ്പോൾ പണ്ടൊക്കെ അതൊരു ആചാരമായിട്ട് തന്നെ നമ്മുടെ പൂർവികര് ചെയ്യുമായിരുന്നു. കാരണം ക്ഷേത്ര ദർശനം പരിപാവനമാണ്. അതിന്റെ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പോലും ഒക്കില്ല. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ കൂടുതലും ആഭരണങ്ങള് കുറച്ച് ധരിക്കുക. അത് നമ്മുടെ കാന്തിക വലയത്തില് നാം വരുമ്പോഴാണ്, അതായത് മൂർത്തിയുടെ ശ്രീകോവിലിലെ മൂർത്തിയുടെ മുമ്പിൽ വരുമ്പോഴാണ് ആ മാഗ്നറ്റിക് പവർ നമ്മളിൽ വരുന്നത്. അപ്പോൾ ഈ ആഭരണം ഒരു വിലങ്ങ് തടിയാണ്. അതുകൊണ്ടാണ് പഴമക്കാര് കളിയാക്കിയാണെങ്കിലും പറയുന്നത് ഭഗവാനേക്കാളും കൂടുതൽ സ്വർണം ഇട്ട് പോകരുത് എന്നുള്ളത്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ താലി മാല ഉണ്ടാകും. അതിലും ഉപരിയായിട്ടുള്ള ആഭരണങ്ങള് കഴിവതും ക്ഷേത്ര ദർശനത്തിൽ ഒഴിവാക്കുക. കാരണം നാം എക്സ്പെക്ട് ചെയ്യേണ്ട ആ എനർജി നമ്മളിലേക്ക് വരുവാൻ ഈ ലോഹങ്ങൾ ഒരു തടയിണയാവും. പക്ഷെ ഇന്ന് അതൊക്കെ ഒരു തമാശ എന്നുള്ള രീതിയിൽ യുവ തലമുറകൾ കാണുന്നു. പക്ഷെ ഇതിന്റെ ശരിയായ വശം, ആ ക്ഷേത്രത്തിലെ എനർജി, ആ സ്രോതസ് പൂർണ്ണമായും നമുക്ക് ലഭിക്കണമെങ്കിൽ ക്ഷേത്രായനത്തിന്റെ ചില നിയമങ്ങൾ നാം പാലിച്ചാൽ അത് പൂർണ്ണമായി നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഒരു ക്ഷേത്രത്തിന്റെ മെയിൻ ആദ്യ ഗോപുരം എന്ന് പറയുന്നത് ക്ഷേത്രപുരുഷൻ ആണ്. നിങ്ങൾ ഹോളോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും ഗ്രാഫിക്സിൽ. ക്ഷേത്രപുരുഷൻ, അതായത് വാസ്തുപുരുഷനെ പോലെ തന്നെ ക്ഷേത്രപുരുഷൻ എന്നുണ്ട്. ആ പുരുഷൻ കിടക്കുമെങ്കിൽ നാം ആദ്യ ഗോപുരം എന്ന് പറയുന്നത് കാൽപാദമാണ്. അത് കഴിഞ്ഞ് കുറച്ച് വരുമ്പോൾ പീഠം, കൊടിമരം, പിന്നെ ആ ക്ഷേത്രത്തിലെ മൂർത്തിയുടെ വാഹനമേതോ. ഇപ്പോ ഗണപതി ആണെങ്കിൽ എലി, മൂഷികം, ശിവനാണെങ്കിൽ നന്ദി, പെരുമാൾ മഹാവിഷ്ണു അവതാരങ്ങളാണെങ്കിൽ ഗരുഡൻ, ദുർഗയാണെങ്കിൽ കാളി, അതേപോലെ ആണെങ്കിൽ സിംഹം, പുലി, വേതാളം ഒക്കെ ആയിരിക്കും. ഭഗവാനെ നോക്കി, അതായത് ശ്രീകോവിലിലെ മൂർത്തിനെ നോക്കിയിരിക്കുന്ന ഭാവത്തിലായിരിക്കും വാഹനങ്ങൾ. ശ്രീകോവിലിനുള്ളിലാണ് ആ മൂർത്തി അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇത് നാം നമ്മുടെ ശരീരമായിട്ട് കാണേണ്ടതുണ്ട്. അതെല്ലാവർക്കും അറിയാം. ആദ്യം വലിയ ഗോപുരം, അത് കഴിഞ്ഞ് നമ്മൾ കൊടിമരത്തിനടുത്തെത്തി, അത് കഴിഞ്ഞ് പീഠത്തിലെത്തി,
അത് കഴിഞ്ഞ് വാഹനത്തിലെത്തി. ആ വാഹനത്തിനും ശ്രീകോവിലിനും, അതായത് ഇരിക്കുന്ന ആ മൂർത്തിയുടെ നടുവിലാണ് ശരിക്കും മാഗ്നറ്റിക് പവർ ഉള്ളത്. ആ മാഗ്നറ്റിക് മുറിച്ച് ഒരിക്കലും കടക്കുകയും ചെയ്യരുത്. ഇപ്പൊ നന്ദിക്ക് കുറുകെ, ഗരുഡവാഹനത്തിന് കുറുകെ കടക്കരുതെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. ആ ഒരു മാഗ്നറ്റിക് പവറിന് മുറിക്കാതെ ആ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് ശരിയായ ഊർജ പ്രസരം നമ്മുടെ ശരീരത്തിൽ ഉത്ഭവിക്കുന്നത്. അതായത് നമ്മുടെ ശരീരം എടുത്തു നോക്കുമ്പോൾ ശരിക്കും ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ള ഒരു ആത്മാവ് സ്ഥിതി ചെയ്യുന്ന, എല്ലാവരും ഒരു തെറ്റിദ്ധാരണയുണ്ട്, രണ്ട് പുരുകത്തിനിടയ്ക്കാണ് ആത്മാവ് എന്ന് പറയുന്നത്. അത് തെറ്റാണ്. ശരിക്കും ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ള ഒരു ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് പുരുകത്തിനും ഈ സഹസ്രാരവും മിലൻ ചെയ്യുന്ന, ജോയിന്റ് ആവുന്ന സ്ഥലം, അതായത് ഇതിന്റെയും ആവുമ്പോൾ ഇതിന്റെ നടുക്കായിട്ടാണ് ആത്മാവ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ തൊട്ട് പുറകിലായിട്ട് ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ബോൺ കാണാം. അതിന്റെ തൊട്ട് മുമ്പിലായിട്ടാണ് ഈശ്വരഗണം, ഗോഡ്സ് മോളിക്യൂൾ ആയിട്ട് ദൈവിക ഗണം സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇതൊരു ശ്രീകോവിലാണ്. ഇപ്പൊ ശിവൻ എന്നുള്ളതിരിക്കട്ടെ, ശിവന്റെ നന്ദി, അതായത് ഞാൻ എന്നുള്ള ഒരു വ്യക്തി, ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് ഈ സഹസ്രാരത്തിനും ഈ ആജ്ഞാചക്രത്തിനും ജോയിൻ ചെയ്യുന്ന സ്ഥലം തീരായിട്ട് നടുക്കാണ്. ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ബോണിന്റെ തൊട്ടു മുമ്പിലായിട്ടാണ് ഗോഡ്സ് പാർട്ടിക്കിൾ, ദൈവിക ഗണം സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഇത് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണെന്നും ആ ശരീരത്തിന്റെ ഘടന അനുസരിച്ചാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോ നാം രണ്ടാമതായി ചിന്തിക്കേണ്ടത്, ചുമ്മാ കാണുന്ന ക്ഷേത്രങ്ങളല്ല ഈ എനർജി ബാക്കപ്പ് ചെയ്യുന്നത്. ഇപ്പോ തൊട്ടടുത്ത് കുറെ ക്ഷേത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എല്ലാ ക്ഷേത്രങ്ങളിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കണം എന്നില്ല. കാരണം പഴമക്കാര് ഈ ക്ഷേത്രങ്ങളെ ഒരു പ്രത്യേക ഊർജ തലത്തിലായിരിക്കും പ്രതിഷ്ഠിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, പഴനി ഭോഗർ പ്രതിഷ്ഠിച്ചിട്ടുള്ള നവപാഷാണ ശില, ആ പഴനി മല എന്ന് പറയുന്നത് തന്നെ ചൊവ്വാഗ്രഹത്തിൻ്റെയും ശുക്രഗ്രഹത്തിൻ്റെയും ആധിപത്യം ഉള്ള മലയാണ്. കാരണം ഈ രണ്ട് ഗ്രഹങ്ങളുടെ കിരണങ്ങൾ, ഊർജം ആ മലയിൽ പതിക്കുന്നത് കൊണ്ടാണ് അവിടെ ഭോഗർ ഈ നവപാഷാണ ശില അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോ ഈ ഗ്രഹവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ദോഷങ്ങളാണോ, ഇപ്പോ എക്സാമ്പിൾ പറയാൻ, ദാമ്പത്തിക പ്രശ്നങ്ങൾ, കടം, അതേപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇവയൊക്കെയാണ് ശുക്രനും ചൊവ്വയും മാറ്റിത്തരുന്നത്. ഈ ഒരു പ്രശ്നമുള്ളവര് ഈ പറയുന്ന പഴനി മലയിൽ ദർശിച്ചു കഴിഞ്ഞാല്, ദർശനം എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ധ്യാനിക്കുക എന്നുള്ളതാണ്. ഇപ്പോ ക്ഷേത്രങ്ങളില്, ഇങ്ങനത്തെ ക്ഷേത്രങ്ങൾ, ഇപ്പോ തിരുപ്പതി ആണെങ്കിൽ കൊങ്കണവർ സിദ്ധര് തിരുപ്പതി ഭഗവാന്റെ തൊട്ട് കാലിന് താഴെയാണ് സമാധി വരിച്ചിരിക്കുന്നത്. അപ്പൊ കൊങ്കണവർ സിദ്ധറിന്റെ സിദ്ധി എന്ന് പറഞ്ഞാൽ താൻ ഏത് വസ്തുവിൽ തൊട്ട് മന്ത്രിക്കുന്നോ അത് സ്വർണമാകും. അതുകൊണ്ടാണ് തിരുപ്പതിയിലെ സ്വർണത്തിന് ഒരു കുറവും വരാത്തത്. ഏതൊക്കെ സിദ്ധന്മാരുടെ സമാധി ഉണ്ടോ അവിടെ നല്ല തിരക്കായിരിക്കും. കാരണം ഇവരുടെ ഊർജം, അഷ്ടമസിദ്ധികള് ഉള്ളവരാണ് സിദ്ധന്മാർ.
അപ്പോൾ ഇവരെവിടെയാണോ സമാധി അവിടെയൊക്കെ നല്ല ഊർജമായിരിക്കും. ഈ പറയുന്ന തിരുപ്പതി മലയില് ശ്രീചക്രത്തിന്റെ എനർജി മാത്രമല്ല, ശുക്രഗ്രഹത്തിന്റെ എനർജിയും ആദിത്യന്റെ എനർജിയും ഉള്ളത് കൊണ്ട് തിരുപ്പതിയില് നമ്മള് കേൾക്കുന്ന മാത്രയില് നമുക്കറിയാം, ഇപ്പോൾ തിരുപ്പതി പോകണം അല്ലെങ്കിൽ തിരുപ്പതി ഭഗവാനെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്കൊരു 100 ഫീലാണ്, പ്രത്യേക ഒരു സന്തോഷമാണ്. കാരണം ഈ ഒരു ഊർജം, ശുക്രൻ എന്ന് പറയുന്നത് നമുക്കറിയാം നല്ല രീതിയിൽ ജീവിതം വരും, സന്തോഷം വരിക, ജീവിതത്തിൽ സന്തോഷം ആസ്വദിക്കുക, ഇതൊക്കെ ശുക്രനെ കൊണ്ടുള്ള ഗുണങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുപ്പതി ഭഗവാൻ അല്ലെങ്കിൽ തിരുപ്പതി പോകാം അല്ലെങ്കിൽ തിരുപ്പതി എന്നുള്ളൊരു സ്ഥലം, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു പോസിറ്റീവ് ഫീൽ ആവുന്നത്. ഇപ്പോൾ നമ്മൾ തിരുപ്പതിയിൽ നടന്ന് തന്നെ കയറുക. ഇപ്പൊ ഏതൊക്കെ മലയുണ്ടോ, കൊള്ളിമലയുണ്ട്, കൊണ്ടിറങ്ങി മലയുണ്ട്, പഴനി മലയുണ്ട്, തിരുവണ്ണാമലയുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഗിരിവലം, ഇപ്പൊ തിരുവണ്ണാമലയില് ഗിരിവലവുമുണ്ട്, മേളിൽ എത്തേണ്ട റൂട്ടും ഉണ്ട്. പഴനിമലയില് ഗിരിവലമുണ്ട്, മേളിൽ ഭഗവാന്റെ ക്ഷേത്രവുമുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി പോയിന്റ്സുകളില് മിനിമം ഒരു 5 മണിക്കൂർ നമ്മൾ ധ്യാനിക്കുക. കാരണം ധ്യാനിക്കുക ഒരു അരമണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൽ 1/4 മണിക്കൂർ, ഒരു 10-15 മിനിറ്റ് നമ്മൾ ധ്യാനിക്കുമ്പോൾ പല പല ചിന്തകൾ വരും. അപ്പോൾ അരമണിക്കൂർ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. കുറഞ്ഞത് ഒരു 5 മണിക്കൂർ നമ്മൾ അവിടെ ധ്യാനിക്കാൻ ഇരുന്നാല് നമുക്ക് മനസ്സിലാവും അവിടുത്തെ എനർജി നമ്മളെ ഏതൊക്കെ തലത്തില് എത്തിക്കുന്നത്. ഇപ്പൊ 30 ദിവസം നമ്മുടെ ഒരു കലണ്ടർ ഉണ്ടെങ്കിൽ നമ്മള് 2 ദിവസം ഈ എനർജി പോയിന്റുകളിൽ കുറഞ്ഞ ഒരു 5 മണിക്കൂറെങ്കിലും കുറഞ്ഞത് നാം ധ്യാനിക്കാൻ ഇരുന്ന് കഴിഞ്ഞാല് ബാക്കിയുള്ള 28 ദിവസവും നമ്മുടെ ജീവിതം നല്ല സുഖകരമായിട്ട് പോകും. ഒരു തരത്തിലുള്ള ബ്ലോക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. കാരണം അതുകൊണ്ടാണ് സിദ്ധന്മാര് ഇങ്ങനെയുള്ള മലകളില് ക്ഷേത്രങ്ങള് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇപ്പോ ചിലവരൊക്കെ പറയുന്നുണ്ട്, മലകൾ ഇത്രയും മേളിൽ എന്തുകൊണ്ടാണ് സിദ്ധന്മാര് ക്ഷേത്രങ്ങളൊക്കെ പണിത് വെച്ചിരിക്കുന്നത്? താഴെ വെച്ച് കഴിഞ്ഞാല് നമ്മളെ പോലത്തെ ഉള്ളവർക്ക് നടന്നെത്താവുന്നതല്ലേ ഉള്ളൂ, ഇത്രയും കയറ്റമൊക്കെ കയറേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കുറച്ച് ഹൈറ്റോടെയാണ് ഈ പറയുന്ന ഗ്രഹങ്ങളുടെ ഊർജ പ്രസരണം പൂർണ്ണമായി സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് മലകൾക്ക് മേലില് ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്നത്. അതിന്റെ പൂർണ്ണത കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തെ പല മന്ത്രതന്ത്രങ്ങൾ കൊണ്ട് ആ വിഗ്രഹത്തെ പൂർണ്ണ പ്രതിഷ്ഠ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ ഊർജം ഈ പ്രതിഷ്ഠയില് വിഗ്രഹത്തില് പതിക്കുമ്പോഴാണ് അതിന്റെ ഊർജ പ്രസരണം നമുക്ക് പൂർണ്ണതയോടെ ആസ്വദിക്കാൻ ഒക്കുള്ളൂ. അപ്പോൾ ഏതൊരു ക്ഷേത്രം, ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അഗസ്ത്യരുടെ സമാധിയുണ്ട്, പഴനിയിലാണെങ്കിൽ ഭോഗന്റെ സമാധിയുണ്ട്, തിരുപ്പതിയിലാണെങ്കിൽ കൊങ്കണവന്റെ സമാധിയുണ്ട്. അപ്പോൾ ഈ പറയുന്ന സിദ്ധന്മാരുടെ എനർജിയും കോസ്മിക്, അതായത് പ്രകൃതിയുടെ എനർജിയും ഗ്രഹങ്ങളുടെ എനർജിയും കൂടി ചേരുമ്പോൾ അവിടെ ഒരു ഫുൾ വൈബായിട്ടുള്ള സ്ഥിതി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ ഉള്ള സ്ഥലങ്ങളില്, ക്ഷേത്രങ്ങളില് നാം ധ്യാനിക്കാൻ ഇരുന്നു കഴിഞ്ഞാല് നമ്മള് സാധാരണ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട
പല പല പ്രശ്നങ്ങളിൽ നിന്നും നാം വ്യത്യസ്തരായിട്ട് ആ കർമ്മദോഷങ്ങളെല്ലാം മാറും. എല്ലാവരുടെയും ഒരു ചിന്തയാണ് എൻ്റെ ഉള്ളിലാണ് ഭഗവാൻ എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഉപാസനകള്, ജപങ്ങള് കൂടുന്തോറും ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രകൃതി സത്യങ്ങള് നമ്മളിലേക്ക് വരും. ശരിക്കും ഈ ശരീരം എന്നുള്ളത് ഭഗവാന്റെ ആണ്. കാരണം ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ളൊരു വ്യക്തി ജനിക്കുമ്പോൾ ഈ ഒരു ശരീരം ഇവിടെയുള്ളതാണ്. മരണം, അതായത് അടുത്ത ശരീരത്തിലേക്ക് കയറുമ്പോൾ ഉള്ള അവസ്ഥയാണ് മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ശരീരം ഞാൻ കൊണ്ടുപോകുന്നില്ല, അതിവിടെ തന്നെ വിട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അത് പിന്നെ നശിപ്പിച്ച് കളയും. കാരണം ഈ ഒരു ശരീരം ഭഗവാന്റേതാണ്. ശരിക്കും ഭഗവാന്റെ ഉള്ളിലാണ് നാം. അത് ഭാഗവതഗീതയില് കൃഷ്ണൻ അർജുനനോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതെന്റെ ശരീരമാണെന്ന് ഞാൻ കാണുമ്പോഴാണ് അഹങ്കാരം വരുന്നത്. ശരിക്കും രഥത്തില് സാരഥിയായിട്ടിരിക്കുന്നത്, രഥം നയിക്കുന്ന തേരാളിയായിട്ടിരിക്കുന്നത് കൃഷ്ണനാണ്. കൃഷ്ണന്റെ കയ്യിലാണ് 5 കുതിരകളുടെ കടിഞ്ഞാൺ. 5 കുതിരകൾ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയം, കടിഞ്ഞാൺ എന്ന് പറഞ്ഞാൽ വികാരം. ആ രഥത്തിന്റെ ഓണർ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനാണ്. അതിന്റെ മോട്ടോ എന്ന് പറയുന്നത് അർജുനൻ. ഒരിക്കലും അർജുനൻ തന്റെ രഥമാണെന്ന് കരുതിയിട്ടുമില്ല. ആദ്യം കരുതി, അപ്പോഴത്തേക്കാണ് ഭയപ്പാടും ഒക്കെ വന്നത്. പക്ഷെ എന്ന് അർജുനൻ മനസ്സിലാക്കിയോ, ഗീതാസാരം അറിഞ്ഞോ, അന്ന് മനസ്സിലാക്കി ഈസ് പ്രൊട്ടക്റ്റഡ്. കാരണം എല്ലാം നിയന്ത്രിക്കുന്നത് സ്വയം ഭഗവാനാവുമ്പോൾ അവിടെ ഭഗവാൻ തന്നെ നമ്മളെ ജീവിതം പൂർണ്ണമായ രീതിയിൽ എത്തിക്കും. നമുക്കൊക്കെ ഞാൻ ചെയ്യുന്നു എന്നെ കൊണ്ടേ പറ്റൂ എന്നുള്ള തോന്നലുകൾ ആണ് മനുഷ്യനെ പല പല പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത്. എല്ലാം ഭഗവാൻ തന്നെ ചെയ്യും, 50-50 എന്നുള്ള രീതിയിലാണെന്നേ ഉള്ളൂ. എല്ലാം ഭഗവാനെ തലയിൽ കൊടുക്കരുത്. എന്നിലാവുന്നത് ഞാൻ ചെയ്യുക, ബാക്കി ഭഗവാൻ ചെയ്ത് തന്നിരിക്കും. അതാണ് ഉപാസനയുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. ഒന്നും റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഭഗവാൻ നോക്കിക്കോളും. യു ഹാവ് ടു കീപ് സൈലന്റ്. ഇപ്പോ ക്ഷേത്രത്തിന്റെ ശരിയായ വശം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ ഈ ക്ഷേത്രങ്ങള്, നമ്മുടെ നാട്ടില് ക്ഷേത്രങ്ങള് എങ്ങനെ വന്നു എന്നുള്ളൊരു ചിന്തയുണ്ടാവും. എനർജീസ് മലകളിൽ മാത്രമല്ല, കാവുകളിലും ഇതേ എനർജി നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ പണ്ടത്തെ ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കാവുകൾ ഉൾപ്പെട്ടതാണ്. ആ കാവുകൾ ഉള്ളത് കൊണ്ടാണ് ഒരു ക്ഷേത്രം ആ പ്രദേശത്ത് ഉണ്ടായത്. നമ്മുടെ പൊതുക്ഷേത്രങ്ങള്, എനർജിയുള്ള ക്ഷേത്രങ്ങള് നമുക്ക് അനലൈസ് ചെയ്താൽ മനസ്സിലാകും. ഒന്നെങ്കിൽ അവിടെ കാവുണ്ടായിരുന്നു, അല്ലെങ്കിൽ കാവുണ്ട്, ഇല്ലെങ്കിൽ മലയുടെ അടുത്തായിരിക്കും എന്നുള്ളത്. ഈ 2 തലങ്ങള് സംയോജിച്ച് വരുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ക്ഷേത്രങ്ങള് പണ്ട് പ്രതിഷ്ഠിക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് നമുക്ക് തൊട്ടടുത്തടുത്തടുത്ത കുറെ ക്ഷേത്രങ്ങള് ജ്യോതിഷപരമായ അഷ്ടമംഗല പ്രശ്നം വഴിയൊക്കെ ക്ഷേത്രങ്ങളായി.
കാരണം അവിടെ കാവുകൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ എല്ലാവരുടെയും തെറ്റായ ധാരണയാണ്, കാവുകള് നോക്കി നടത്താൻ പറ്റാത്തവരെന്ത് ചെയ്യും, അത് ഏതെങ്കിലും നാഗക്ഷേത്രങ്ങളിൽ ആവാഹിച്ചു കൊണ്ടേ കൊടുക്കും. പക്ഷേ നാം കൺകണ്ട ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ആദിത്യനും നാഗങ്ങളുമാണ്. അവരെ ആവാഹിക്കാൻ ഒരിക്കലും നമ്മൾ തയ്യാറാവരുത്. അഥവാ അങ്ങനെ കൊടുത്ത കുടുംബങ്ങള് പല പല പ്രശ്നങ്ങളിലേക്ക്, ചിലപ്പോൾ കുടുംബം തന്നെ ഇല്ല, അതായത് നാമാവശേഷം എന്ന് തന്നെ വേണമെങ്കിലും പറയാം. അതുകൊണ്ട് ക്ഷേത്രങ്ങള്, ഈ കാവുകള് നാം നല്ല രീതിയിൽ വിനിയോഗിക്കുക. അതിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ നമ്മളെ നല്ല രീതിയിൽ ജീവിക്കുവാനും ജീവിതം ആസ്വദിക്കുവാനും ആണ് സിദ്ധന്മാര്, അതേപോലെ ഋഷിമാര് നമുക്ക് തന്ന പൈതൃകം. ഇപ്പൊ കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും കാവുകള് ആസ്പദമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. നിങ്ങൾ ഏത് ക്ഷേത്രങ്ങള് സന്ദർശിച്ചാലും അവിടെ നാഗക്കാവ് നിശ്ചയമായിട്ടും ഉണ്ടാവും. അതൊക്കെ എനർജൈസ്ഡ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. കാവുകളോ അല്ലെങ്കിൽ മലകളോ ഇല്ലാത്ത ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാല് പരിഹാരക്രമത്തില് ചെയ്തവയാണ്. പണ്ട് കാവുണ്ടായിട്ട് അതൊക്കെ വെട്ടി തളിച്ച് പിന്നീട് ഒരു സുപ്രഭാതത്തിൽ അവിടെ ദോഷങ്ങൾ വന്നപ്പോൾ അവിടുത്തെ ഉണ്ടായിരുന്ന മൂർത്തിനെ ആവാഹിച്ച് പൂർണ്ണ ബഹുമാനത്തോടെ വെച്ച ക്ഷേത്രങ്ങളാണ് ഇന്ന് കാണുന്ന നോർമൽ ക്ഷേത്രങ്ങളായിട്ടുണ്ട്. പക്ഷെ എപ്പോഴും പൂർണ്ണമായ എനർജി ആസ്വദിക്കാൻ പറ്റുന്നത് സ്റ്റിൽ പ്രസന്റ്ലി കാവുകളുള്ള ക്ഷേത്രങ്ങളും അതേപോലെ ഈ പറയുന്ന മലകളുള്ള ക്ഷേത്രങ്ങൾ, കൊള്ളിമല, മർദ്ദമലൈ, പഴനിമലൈ, തിരുവണ്ണാമലൈ ഒക്കെ. ഇപ്പൊ മലകളാവുമ്പോൾ ഗിരിവലം ചെയ്യുക എന്നുള്ളത് ഒരു പതിവാക്കാം. ഇപ്പോൾ പഴനിയിലൊക്കെ, തിരുവണ്ണാമലയിലൊക്കെ അറിയാം, അമാവാസി പൗർണമി ദിവസങ്ങളിലൊക്കെ എല്ലാവരും ഗിരിവലത്തിൽ തന്നെ രാത്രി കഴിച്ചു കൂടും. റൂമൊന്നും എടുക്കത്തില്ല. കാരണം ആ ദിവസങ്ങളിൽ ഹൈ എനർജി ഫോഴ്സ് ചെയ്യുന്ന നിമിഷങ്ങളായിരിക്കും. അത് പൂർണ്ണമായി ഗ്രഹിക്കാൻ കൂടിയാണ്, തന്നിലേക്ക് വരിക്കാൻ കൂടിയാണ് ഇങ്ങനെ ആ ഗിരിവലത്തിൽ കിടക്കുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലാണെങ്കിൽ തന്നെയും നമ്മൾ ദർശനം കഴിഞ്ഞ് ആ ക്ഷേത്രത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയില് പൂർണ്ണ ധ്യാനത്തോടെ ആ മൂർത്തിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവന്റെയോ മന്ത്രങ്ങൾ ജപിച്ച് കണ്ണു കൂട്ടി പൂർണ്ണ ധ്യാനത്തിലിരിക്കുമ്പോൾ നമുക്ക് 1-2 ദിവസം ഒന്നും നമുക്ക് മനസ്സിലാവില്ല. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മളിൽ പ്രസരിക്കുന്ന എനർജി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേറൊരു ചിന്തയില്ലാതെ, വേറൊരു തരത്തിലുള്ള നെഗറ്റീവുകളോടെ അല്ലാതെ ആ ക്ഷേത്രത്തില് നമ്മൾ ധ്യാനിക്കാനിരുന്നാല് എനർജി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ സ്മൂത്തായിട്ട് ജീവിക്കുവാൻ, അതേപോലെ നടക്കുന്നതായിട്ട് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റും. ഈ ധ്യാനം ചെയ്യുന്ന മുമ്പും ധ്യാനം ചെയ്തു തുടങ്ങിയതിന് ശേഷവും ഉള്ള ജീവിതം നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം ക്ഷേത്രത്തെ വിനിയോഗിച്ച് പൂർണ്ണമായ ധ്യാനത്തിനായിട്ട് വിനിയോഗിക്കുന്നതിൻ്റെ ഫലം. ക്ഷേത്രം ധ്യാനിക്കാനും നവഭക്തികൾ ക്ഷേത്രത്തിന്റെ മെയിൻ മോട്ടോയാണ്. ആ ഭക്തിയെ ഈ ക്ഷേത്രാന്തരീക്ഷത്തില് പൂർണ്ണമായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉപാസനയുടെ അല്ലെങ്കിൽ ധ്യാനത്തിന്റെ, നമ്മുടെ തലത്തിന്റെ പ്രസരിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ഷേത്രത്തിൽ നാം കുറ്റങ്ങൾ പറയാനും ഗോസിപ്പ് കാണിക്കാനും മറ്റുള്ള മദ്യം ഒക്കെ കുടിച്ച് ആറാട്ട് ഘോഷിക്കുന്നവരുണ്ട്.
പക്ഷെ അങ്ങനെയല്ല ക്ഷേത്രത്തെ കാണേണ്ടത്. നവഭക്തി പൂർണ്ണതയോടെ ഭഗവാനെ സമർപ്പിക്കുന്ന, നവഭക്തിയിൽ ഏതുമാകാം, അതിനു വേണ്ടിയാകണം ക്ഷേത്രങ്ങൾ. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ എനർജിയെ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ ഗോസിപ്പ് പറയാനും ഓരോ കാര്യങ്ങൾ, കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സഭ കൂടാനും അവിടെ വാക്കുതർക്കങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയാവരുത് ക്ഷേത്രങ്ങൾ. അത് ആ കമ്മ്യൂണിറ്റി അല്ലെ ഏതെങ്കിലും സഭയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്ഷേത്രത്തിന് പുറത്ത് മാത്രമേ പാടുള്ളൂ. അകത്ത് നവഭക്തിക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുക. എന്നാൽ മാത്രമേ ആ ക്ഷേത്രത്തിലെ പൂർണ്ണമായിട്ടുള്ള എനർജി നമുക്ക് മനസ്സിലാക്കാനൊക്കൂ. താന്ത്രികം, ഒരു ക്ഷേത്രത്തിന്റെ തന്ത്രി എന്ന് പറയുന്നത് തന്നെ ആ എനർജിയെ പൂർണ്ണമായ രീതിയിൽ ആ ബിംബത്തിൽ പ്രസരിപ്പിച്ച് അത് വരുന്ന ഭക്തന്മാർക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ കൂടിയാണ് തന്ത്രി എന്നുള്ളൊരു പദം അവിടെ ക്ഷേത്രത്തിൽ വരുന്നത്. നാം ഇങ്ങനെ ഗോസിപ്പ് ചെയ്യാനും ഓരോ കുറ്റങ്ങള്, അതേപോലെ തർക്കങ്ങള്, വഴക്കുകളൊക്കെ ചെയ്യാനാണ് ക്ഷേത്രങ്ങള് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ തന്ത്രിയുടെയോ മേൽശാന്തിയുടെയോ ആവശ്യമില്ല. സാധാരണ ആർക്ക് വേണമെങ്കിലും ചെയ്യാം, കാരണം അവിടെ എനർജി ഉണ്ടാവില്ല. സോ നാം എങ്ങനെയോ അങ്ങനെയായിരിക്കും മൂർത്തികൾ. അതുകൊണ്ട് ക്ഷേത്രത്തിൽ നാം പ്രവേശിക്കുമ്പോൾ, ചെറിയ ക്ഷേത്രമാണെങ്കിലും വലിയ ക്ഷേത്രമാണെങ്കിലും കുടുംബക്ഷേത്രമാണെങ്കിലും, അവിടെ ഈ പറയുന്ന നെഗറ്റീവ്സിന് വേണ്ടി സമയം കളയാതെ നവഭക്തിക്ക് വേണ്ടിയിട്ട് നാം ക്ഷേത്രത്തെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരോത്തര ഉയർച്ചയ്ക്ക് തന്നെ കാരണമായിത്തീരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം എല്ലാം അറിഞ്ഞിട്ട് ഈ ലോകത്ത് പൂർണ്ണത ആരും വരിച്ചിട്ടില്ല. വരിച്ചവരെല്ലാവരും സിദ്ധന്മാരാണ്. അപ്പോൾ എളിയവൻ്റെ അറിവുകളിൽ വന്ന കാര്യമാണ്, ഏടുകളിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഇഷ്ടദൈവമായിട്ടുള്ള ഭഗവാന്റെ നാമം കമൻ്റായിട്ടിടുക. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമഃ ശിവായ. നർമ്മദേ